ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൽ വലിയ ചെമ്മീൻ കിട്ടീന്. അപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒരു ചെറുതായിട്ട് നല്ലോണം മുളക് പൊടി ഇടണ്ട, ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഇതല്ലോ, ഒരു നാടൻ ബിരിയാണി ആയതുകൊണ്ട് കോക്കനട്ട് ഓയിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ബിരിയാണി ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി എടുത്തതിന് ഉള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 പച്ചമുളക് ചതച്ചത് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിന്. തക്കാളി ചെറുതായതുകൊണ്ട് 2 തക്കാളി ഇട്ടിന്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത ആ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളമാണെന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില ഇട്ടിട്ട് വേവിച്ച ചോറ് ഇട്ടിട്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തിട്ടേണ്ട ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പുതിന മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് പിന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് തുറക്കാതെ വെക്കണം. അപ്പോൾ നല്ല സെറ്റായിട്ട് വരും. അതിന് ശേഷം ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ.